എൻ്റെ കർത്താവേ, നാളെയാണ് ആനിവേഴ്സറിയാ. അതിൻ്റെ സ്ക്രീനിങ് ഇന്ന് നടക്കണമെന്നുണ്ട്. അതൊരു പ്രാക്ടീസിന് വിളിച്ചാൽ പോലും നമ്മുടെ സഭയിലെ കുറേ വിശ്വാസികളുണ്ട്, മന്തി ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അവന്മാരെല്ലാം ഓടി വരും. ഒരു സ്കിറ്റിൻ്റെ പ്രാക്ടീസിന് വിളിച്ചാൽ ഒറ്റ ഒരുത്തം പോലും വരികത്തില്ല. ഈ ഒരു ഡയറക്ടർ ഒരു കഷ്ടപ്പാട് ആർക്കറിയാം. ഫിനി ബ്രദറെ ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ ഉണ്ട്, എവിടെ പോയി വാ. എന്റെ ഫിനി ബ്രദറെ, നമുക്ക് ഇന്നൂടെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നാളെ പിന്നെ നമ്മൾ സ്റ്റേജിൽ ഇത് അവതരിപ്പിക്കണം. എങ്ങനെ കാര്യങ്ങളൊക്കെ റെഡിയായോ? എല്ലാം റെഡി. നമ്മുടെ എല്ലാ കലാകാരന്മാരും റെഡി ആയിട്ടിരിക്കുകയാണ്. പിന്നെ അറിയാലോ, ഈ പ്രാവശ്യം സ്ക്രീനിങ് ചെയ്ത് പാസ് സർട്ടിഫൈ ചെയ്താലേ നമുക്ക് സ്റ്റേജിൽ അവതരിപ്പിക്കാൻ പറ്റുള്ളൂ. പാസ് വരുന്നുണ്ടോ? അതോ പാസ് വരുമായിരിക്കും, അറിയത്തില്ല. എന്താണേലും നമുക്ക് സ്ക്രീനിങ് ഒക്കെ എല്ലാ ആൾക്കാരൊക്കെ റെഡി ആണല്ലോ, ആർട്ടിസ്റ്റ് എല്ലാം റെഡി ആണല്ലോ, അവരെല്ലാം ഡയലോഗൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ. അത്രയും മതി. എന്നാ നമുക്ക് നാളെ സ്റ്റേജിൽ കയറി നമുക്ക് തകർക്കണം. ഹലോ ഹലോ ഹലോ, ഇതേതാ പരിചയമില്ലാത്ത ഒരു നമ്പർ ആണല്ലോ. ഇതുവരെ നമ്പറും ഇല്ല, കണ്ടിട്ടില്ല. ഹലോ, ഓ ഇത് നമ്മുടെ പാസ്റ്ററുടെ സൗണ്ട് ആണല്ലോ. എന്റെ പഴയ നമ്പറേ കട്ടായി പോയി. നമ്പർ പുതിയ നമ്പർ എത്താണോ? എന്റെ സൗണ്ട് കേട്ട് മനസ്സിലായോ? എന്റെ പൊന്ന് പാസ്റ്റർ സൗണ്ട് ഈ ഐറിഷുകാർക്ക് വരെ മനസ്സിലാകാന്നുള്ള കാര്യം ഈ നാട്ടിലുള്ള എല്ലാവർക്കും അറിയാം. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഞാൻ പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞോ? എനിക്ക് സ്ക്രീനിങ്ങിന് വരാൻ വേണ്ടിട്ട് എനിക്കിന്നത് കാണണം. അത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നാളെ അവിടെ അവതരിപ്പിക്കാൻ പറ്റത്തുള്ളൂ. പാസ്റ്റർ, ഞങ്ങൾ എല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. പാസ്റ്റർ എല്ലാം റെഡിയാണ് പാസ്റ്റർ. ഞാൻ തന്നെ ഇവിടെ ഉണ്ട്. ഇവിടെ വരണ്ടോ? അവിടെ ഉണ്ട്. ഒന്ന് കയറി പോരും പാസ്റ്റർ. എന്റെ ഫിനി ബ്രദറെ എല്ലാം റെഡി. എന്റെ പാസ്റ്റർ വരുന്നുണ്ട്. സ്ക്രീനിങ് എല്ലാത്തിനും റെഡിയാക്കി എടുത്ത്. എന്തുവാ എന്തൊക്കെ ഇവിടെ? എല്ലാരും ഇവിടെ ആരും ഇല്ലയോ? ഇല്ല പാസ്റ്റർ, എല്ലാം റെഡിയാ പാസ്റ്റർ. ഞങ്ങൾ എനിക്കിതിപ്പം കാണാൻ എനിക്ക് അധികം സമയമില്ല. കണ്ടിട്ട് പെട്ടെന്ന് എനിക്ക് പോകാനുള്ളതാ. വേറെ പരിപാടികൾ കാണാനുണ്ട്. എല്ലാം റെഡിയാണ്. ഞങ്ങളിപ്പം പാസ്റ്റർ ഞങ്ങൾ അവതരിപ്പിച്ച് കാണിക്കാൻ പോവാണ് പാസ്റ്ററിന്റെ മുമ്പിൽ. പാസ്റ്റർക്ക് ഇതൊരു ഇഷ്ടപ്പെടും. ഇതുവരെ പാസ്റ്റർ ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത എന്തോ പരിപാടി കാണാൻ എനിക്ക് അധികം സമയമില്ല. അതെന്താ ചോദിച്ചാ പെട്ടെന്ന് ചെയ്യണം. സമയം വെറൈറ്റി സ്കിറ്റ് ആണ് ഈ വർഷം ഞങ്ങൾ അവതരിപ്പിക്കുന്നത് കേട്ടോ. പഴയ നിയമം പുതിയ നിയമത്തിലെ എല്ലാ വ്യക്തികളും അവതരിപ്പിക്കുന്നുണ്ട്. അവതരിപ്പിക്കുന്നതൊക്കെ കൊള്ളാം. എങ്ങനെയുണ്ടെന്ന് ഞാൻ ആദ്യം ഓരോ ഭാഗങ്ങൾ സീൻ ബൈ സീനായി പഴയ നിയമം പുതിയ വളരെ നല്ല രീതിയിൽ വെറൈറ്റി രീതിയിൽ ഞങ്ങൾ ഇവിടെ ഞെട്ടണം. എന്നെ ഞെട്ടിക്കുന്ന കാര്യം ഒഴിക്കട്ടെ, നന്നായിട്ടില്ലെങ്കിൽ എന്റെ സ്വഭാവം മറന്ന് എന്താണല്ലോ. ഓക്കെ, ഞങ്ങൾ തുടങ്ങാൻ പോവാണ് കേട്ടോ. ദാനിയേൽ പാസ്റ്ററെ, ഞങ്ങൾ അവതരിപ്പിക്കുന്ന സിംഹക്കുഴിയിൽ നിന്നും രക്ഷപ്പെട്ടു വന്ന ദാനിയേൽ ഇതെന്ത് വേഷമാണോ ദാനിയേലെ? പിന്നെ ഗുഹയിൽ കയറി വരുമ്പോ അർമാനിയുടെ ഷോറൂമിൽ പോകാൻ പറ്റുമോ? എന്തൊരു കാര്യം. ഡയലോഗൊക്കെ പഠിച്ചോ? പിന്നെ പഠിച്ചു. ഡയലോഗല്ലേ എല്ലാം. എന്നാ പറ. ഇതാ മെനെ മെനെ തെക്കേ രൂഫസീം പറ. ആരാന്നാ എവിടെന്നാ? മെനെ മെനെ തെക്കേ രൂഫ. ഇച്ചിരി മയമായിട്ടുള്ള എന്തെങ്കിലും തരുമോ? ഇച്ചിരി ബൈബിളിലെ ഡയൽ ഇതൊന്ന് കുറച്ച് ഞാൻ ഒരു കവണ എറിയട്ടെ. എന്റെ പൊന്നു മനുഷ്യ, നിങ്ങൾ കേറി പോയിക്കൊന്നു. ഞാൻ പോയിട്ട് വരാം കേട്ടോ. പഠിച്ചിട്ട് വരാം. ഇപ്പൊ തന്നെ വരാം. നിങ്ങളെ വിളിച്ചില്ലല്ലോ, കേറി പോകട്ടെ. ഇല്ല ഇത് ദാനിയേലിന് കുറച്ച് സമയം കിട്ടിയില്ല, അതുകൊണ്ടാണ്. അടുത്ത ഞങ്ങൾ അടിപൊളി തകർക്കാൻ പോകുന്ന അടുത്തതാണ്. പാർശ്വം ഞെട്ടിത്തരിച്ചു പോകും. അടുത്ത ദാവീദും ഗോലിയാത്തും വരട്ടെ. സീൻ നമ്പർ 2 ദാവീദും ഗോലിയാത്തും വരട്ടെ. ഗോലിയാത്ത് വരട്ടെ. താനാരാ? ഓക്കെ. ഇന്ത്യ തന്റെ കയ്യിൽ ഇരുന്ന് കവണയും കൊത്തൊക്കെ കുന്തൊക്കെ എന്തിയേ? എടോ ഗോലിയാത്ത് കവണ കൊണ്ടാണോടോ ഗോലിയാത്ത് വരുന്നത്? ഗോലിയാത്തിന് കുന്തം അല്ലേടോ? കുന്തം. അയ്യോ, ബാക്കി കല്ലെന്തിയേ? 3 കല്ലേ ഉള്ളൂ. 5 കല്ലാണ്. 5 കല്ലുണ്ട്. ബാക്കി കല്ലെന്തിയേ? ഓക്കെ അടുത്ത ഗോലിയത്തെ ഡയലോഗ് പറയാം. ആദ്യം ഗോലിയത്ത് അട്ടഹസിക്കുന്നു. എടോ അട്ടഹസിന്ന് പറയൂ, അല്ലടോ അട്ടഹസിക്കടോ. എടോ ഒന്നുകൂടെ ഉറച്ച് അട്ടഹസിക്കടോ. ഓക്കെ ഡയലോഗ് പറയുന്നു. എന്നെ എതിരിടാൻ താൻ ആരാ? അളിയൻ ദാവീദ്. കല്ലെടുക്കുന്നു. എടാ ഇങ്ങനെ എറിയുവാണോടോ ഈ സാധനം? പിന്നെ എന്തിനാണ് വന്നിരിക്കുന്നത്? കവണ വീശി എറിഞ്ഞു കൊല്ലടോ അവനെ. വേഗം എറിയടോ. എടോ ഒന്ന് എറിയടോ. അവന്റെ തല കുത്തി പൊളിക്കാണ്ടൊന്ന് എറിയടോ വേഗം. എന്നെ കൊല്ലാനല്ല പറഞ്ഞത്. ഇപ്പൊ എറിയട്ടെ.
എറിഞ്ഞോ വീഴുന്നു 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 വീഴുന്നു. എടോ രണ്ടുപേരും എങ്ങനെയാണോ വീഴുന്നേ? രണ്ടുപേരും എന്തിനാണോ വീണേ? ചൗനി അറിയാം, ചൗനി അറിയാം. തെറ്റിപ്പോയി, തെറ്റിപ്പോയി. കല്ല് വരാതെ വീഴരുത്. ഇവിടെ കല്ല് ഇവിടെ കല്ല് വരുമ്പോഴേ വീഴാവുള്ളൂ. ആ കൊളവാക്കും. തെറ്റിപ്പോയി കറക്റ്റ് ആയിട്ട്. വീഴുന്നു. എറിയടോ, ഒന്ന് എറിയടോ. എറി 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 എറിയടോ, എറിയടോ ഒന്ന്. എറി അങ്ങോട്ട്. ഒന്ന് എറിയടോ, ഒന്ന് എറിയടോ, എറി എറിയടോ, ഇപ്പൊ എറിയും, എറിയടോ, ഇപ്പൊ എറിയും, എറിയടോ. ഇപ്പൊ എറിഞ്ഞു. ഓ വീഴുന്നു 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 വീഴുന്നു. ഓക്കെ, ഗോളിയത്ത് വീണു, ഗോളിയത്ത് വീണു. പോട്ടെ, ഓ എണീറ്റ് പോ, എണീറ്റ് പോ. അടുത്ത സീൻ, അടുത്ത സീൻ, അടുത്ത സീൻ. പാഷ എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? എന്താണ് ഇതൊക്കെ? എന്താ ഇത്? അല്ല ഞങ്ങളുടെ കുറച്ച് കുഴപ്പമുണ്ട്. നാളെ നിങ്ങൾ പ്രാക്ടീസ് ഒന്നും ചെയ്തിട്ടില്ലയോ ഇത്? ഇല്ല, പ്രാക്ടീസ് ചെയ്തോ? പെട്ടെന്നായത് പോയതുകൊണ്ട് ഗോലിയാത്താണോ? അടുത്ത സീൻ വരട്ടെ, അടുത്ത സീൻ. ഇതൊക്കെയാ, എവിടുന്ന് വരുന്നത്? ഇതാരാ? നിന്നെ വിളിക്കും വരാം. എന്റെ പൊന്നു മനുഷ്യ, നിങ്ങളുടെ സമയം ആയില്ല. വിളിക്കുമ്പോ വന്നാ മതി. ഒന്ന് കേറിപ്പോ. അടുത്ത ശമരിക്കാർ. പാസ്റ്റർ, ഞങ്ങൾ പഴയ നിയമത്തിൽ പുതിയ നിയമത്തിലേക്ക് മാർഗമാണ്. ഈ സീന് കണ്ട പാസ്റ്റർ ഞെട്ടും. ശമരിക്കാരി വരട്ടെ, ശമരിക്കാരി, ഞാൻ കുറെ ഞെട്ടിയിരിക്കും. ശമരിക്കാരി, ശമരിക്കാരി. എന്റെ പൊന്നേ, ഗർഭിണിയായ ശമരിയക്കാരി സ്ത്രീ എവിടാ ബൈബിളിലുള്ളേ? നീ ഇവിടെ അല്ല. നിന്നെ ആരെ വിളിച്ച ഇങ്ങോട്ട്? അയ്യോ, ഇതിനൊക്കെ ആരാണ് ഇപ്പൊ കേറ്റിവിടുന്നത്? കേറിപ്പോ. ഇത് ഗർഭിണിയായ ശമരക്കാരി. 5 മാസം ഗർഭിണിയായ ശമരിക്കാരി ബൈബിൾ എവിടെയാ? ഏതാ ക്യാരക്ടർ? എനിക്ക് എന്തേലും ഒരു വേഷം ഇപ്പൊ ഞാൻ ശരി, കേറിപ്പോ കേറിപ്പോ. ഇതിനടുത്ത് വിളിക്കുമ്പോ വരാം. നിന്റെ സമയം ആയില്ല. പോ 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 പോ. ശമരിക്കാരി വരട്ടെ, ശമരിക്കാരി. ശമരിക്കാരി ഒന്ന് അനങ്ങി നടക്ക്. ഇങ്ങനെ നശിപ്പിച്ചോണ്ട് നടക്കാതെ. ആ ശമരിക്കാരി, ശമരിക്കാരിയുടെ ഡയലോഗ് പറ, ഡയലോഗ് പറ. ശബരിക്കാരിക്ക് നടുവിൽ വേദന, അതുകൊണ്ടാ ഇങ്ങനെ നടന്നു വന്നത്. ആ ഓക്കെ. പക്ഷെ എന്റെ നല്ലതല്ലേ, ഞാൻ മാത്രമേ ഇവിടെ വചനം വായിക്കുന്നുള്ളൂ. പിന്നെ ഞാൻ കിടത്തി വെള്ളം കോരാൻ പോയതാ. പക്ഷെ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ വെള്ളം കോരിയിട്ട് വരുമ്പോ എല്ലാ പാത്രത്തിൽ അങ്ങ് വീഴുക. ഓക്കെ, മതി മതി. ശമരിക്കാരി പോട്ടെ, ശമരിക്കാരി. പക്ഷേ ഇഷ്ടപ്പെട്ടല്ലോ, ഇഷ്ടപ്പെട്ടല്ലോ. ഇത് കൊള്ളാലോ, ഇത് കൊള്ളാലോ. ഓക്കെ 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 ഓക്കെ. അടുത്ത സക്കായി, സക്കായിയുടെ പക്ഷേ സക്കായി യേശുവിന്റെ സീനാണ് കാണിച്ചത്. സക്കായി വരട്ടെ, സക്കായി വരട്ടെ, സക്കായി വരട്ടെ, സക്കായി വരട്ടെ. എടോ സക്കായിക്ക് എവിടാടോ മുടന്ത്? സക്കായിക്ക് എവിടാടോ മുടന്ത്? സക്കായിക്ക് എവിടാടോ മുടന്തുള്ളത്? അത് വേറെ വിഭാഗമല്ലേ? യോ എന്താ യോ 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 എന്റെ അമ്മോ. ആരുടെ ഇതൊക്കെ? ലയ്യ അല്ല ഇത് ഈ സ്കെറ്റ് ലഗ്ഗമില്ലല്ലോ. അയ്യോ, ഇത് വേറെ സ്കിറ്റാ. ഒന്ന് ഇറങ്ങി പോകാവോ? ഓ, സ്കിറ്റ് ഏതാന്ന് പോലും അറിയത്തില്ലാത്ത വിശ്വാസികളൊക്കെ പിടിച്ച് എങ്ങനെയാണോ ഞാനൊന്ന് സ്കിറ്റ് ഡയറക്റ്റ് ചെയ്യുന്നത്? യേശു സക്കായി വരട്ടെ, സക്കായി പിന്നെയും പോയെ. എടോ സക്കായി, താൻ കേറി വാ. യേശു വരട്ടെ, യേശു വരട്ടെ, യേശു വാ, യേശു വാ, യേശു സക്കായി വാ വാ. യേശു എവിടെ പോയി? യേശു വാ, കേറി വാ, കേറി വാ. സക്കായിയുടെ റോഡായി, സക്കായിയുടെ റോഡായി. യേശു വരട്ടെ, യേശു വരട്ടെ. ഡയലോഗ് പറ. യേശു വാ, യേശു വാ. എടോ സക്കായി എങ്ങനെയാടോ കിടക്കെടുത്ത് നടക്കുന്നത്? അത് വേറെ കഥാപാത്രമല്ലേടോ? എന്റെ ബ്രദറെ ഇതൊന്ന് പറഞ്ഞേ. സക്കായി, നീ മരത്തിൽ നിന്ന് ഇറങ്ങി വാ. അത് പറ. സക്കായി, മരത്തിൽ നിന്ന് ഇറങ്ങി വാ. നമുക്ക് മന്തി കഴിക്കാനുള്ള. എടോ, മന്തി കഴിക്കുന്ന ഒരു വിചാരം മാത്രം പോരടോ. സക്കായി പോ, കേറിപ്പോ, 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 കേറിപ്പോ. അല്ല ഓ എന്റെ പൊന്നെ, ഇവന്മാരെ കൊണ്ടൊക്കെ ഡയറക്റ്റ് പാസ്. എന്തുവാ ഇതൊക്കെ? ഇല്ല. എനിക്ക് സ്റ്റോപ്പ് സ്റ്റോപ്പ്. എനിക്ക് എല്ലാരും വിളിച്ചു, എല്ലാരും വിളിച്ചു, എല്ലാരും വിളി, എല്ലാരും വിളി. ഇവിടെ എല്ലാരും ഈ വന്നവരെല്ലാരും ഇവിടെ ഇവിടെ വാ, ഇവിടെ വാ. നാളെ ഇനി അധിക സമയമില്ല. നാളെ സ്റ്റേജിൽ അവതരിപ്പിക്കേണ്ട കാര്യങ്ങളാണ് ഇവിടെ കാണിച്ചത്. ഇവിടെ 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 ഓരോരുത്തരുടെ പേര് പറഞ്ഞു. ഞാൻ എത്ര നാൾ ഇതൊക്കെ ഇവിടെ പ്രസംഗിച്ചതാ. ഇവിടൊക്കെ ഇതൊക്കെ ആരാണോ ആവോ. എന്റെ വിശ്വാസി തന്നെ ഇത്. ഇതെന്റെ വിശ്വാസിയാണോ ഇത്? ഇതാ ആ ഇത് ഇതാ ഇതേ ഇതാരാ? എന്റെ വിശ്വാസിയാണോ ഇത്? ഓ ആ, എന്റെ കുഞ്ഞാട് തന്നെ. എനിക്ക് പറയാനുള്ളത്, ഞാൻ സഭയിൽ എത്ര വട്ടം പ്രസംഗിച്ചിട്ടുണ്ട് ഈ കാര്യങ്ങളൊക്കെ, ഈ കഥകളൊക്കെ. എവിടെ ആയിരുന്നു ഞാൻ പ്രസംഗിച്ച സമയത്തൊക്കെ? ബോധം കെട്ടിരുന്ന് ഉറങ്ങിയിട്ട് ഇവിടെ വന്ന് ആരാ മുടന്തി വന്നേ? ആരാ സക്കായി മുടന്തി വന്ന്? സക്കായി നല്ല വചനം ധ്യാനം. ഇവിടെ ഞാൻ നിങ്ങളോടൊരു ഉപദേശം തരട്ടെ. നിങ്ങളുടെ പരിപാടിയൊക്കെ നല്ലതാ, നിങ്ങളുടെ ഇന്റൻഷനും നല്ലതാ. ആനിവേഴ്സറി നല്ല സൂപ്പർ ആക്കണം, നല്ലപോലെ പ്രോഗ്രാം അവതരിപ്പിക്കണം. നിങ്ങൾ ചെയ്യേണ്ടത് വചനം പഠിക്കണം. എവിടാ? ബൈബിൾ കോളേജ്. എൻ്റെ അമ്മേ, ആ നന്നായിട്ടുണ്ട്.
കേട്ടോ 3 വർഷം ബൈബിൾ കോളേജ് പഠിക്കുക. ആദ്യമേ ഇരുന്ന് വായിക്കണം. അടുത്ത ആനിവേഴ്സറിക്ക് ഇനി 1 വർഷമുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് മുതൽ അറ്റ്ലീസ്റ്റ് ബൈബിളെങ്കിലും വായിക്കണം. പക്ഷേ ഇവിടെ എന്റെ എറി എങ്ങനെ ഉണ്ടായിരുന്നു? എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല എറി. ഇന്ന് ഈ നല്ലപോലെ എറിഞ്ഞ് പ്രാക്ടീസ് ചെയ്താൽ അടുത്ത വർഷം ഇതിലും നല്ലപോലെ എറിയാം. അതുകൊണ്ട് ഇപ്പോഴേ പ്രാക്ടീസ് അവരൊക്കെ എറിഞ്ഞ് നല്ല ചെയ്യണം. എനിക്ക് വലിയ പറയാനുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ, നല്ല പരിപാടിയൊക്കെ അവതരിപ്പിക്കാൻ നല്ലതാ, പക്ഷെ ബൈബിൾ വായിക്കണം, അത് പഠിക്കണം, എന്നിട്ട് വേണം ഇതിനു വേണ്ടിയിട്ട് ഇറങ്ങാൻ. അടുത്തൊരു 6 മാസം ബൈബിൾ പഠിക്കുക, എന്നിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക, എന്നിട്ട് വേണം സ്റ്റേജിൽ അവതരിപ്പിക്കുക. ഇത് നാളെ അവതരിപ്പിക്കുന്ന പ്രശ്നമില്ല, ചെയ്യണം. ഓ അല്ല ഇവനൊക്കെ നിൽക്കുന്നു, വിളിച്ചോണ്ട് പോകും. മന്തി ഉണ്ട്. മന്തി വെച്ചിട്ട്